എല്ലാവർക്കും ലേൺ വിത്ത് അഞ്ജു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ് SCERTയിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അധികാരം ജനങ്ങൾക്ക് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അധികാരം ജനങ്ങൾക്ക് ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യത്തെ തന്നെ പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് എന്താണ് ഗ്രാമസഭ, എന്താണ് വാർഡ് സഭ എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ കൊടുത്തിട്ടുള്ളത് വായിച്ചു നോക്കാം. ഇതിനകത്ത് ഒരുപാട് പോയിന്റ്സ് പറയുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസമാണ് ഞാൻ എൻ്റെ വാർഡിലെ ഗ്രാമസഭ ആദ്യമായി സന്ദർശിച്ചത്. പൊതുജനങ്ങൾക്ക് നാടിൻ്റെ വികസനം സംബന്ധിച്ച ചർച്ചകളിൽ പങ്കെടുക്കാനും അഭിപ്രായം പറയാനും തീരുമാനമെടുക്കുന്നതിൽ പങ്കാളികളാകാനും കഴിയുന്നത് എപ്രകാരമാണെന്ന് എനിക്ക് നേരിട്ടറിയാൻ കഴിഞ്ഞു. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഉൾക്കൊള്ളുന്ന സഭയാണ് ഗ്രാമസഭ. എന്താണ് ഗ്രാമസഭയിൽ ആരൊക്കെയാണ് ഉൾപ്പെടുക? ഒരു ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ഗ്രാമസഭയിൽ ഉൾപ്പെടും. നഗരങ്ങളിലാണെങ്കിൽ ഇതിനെ വാർഡ് സഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൽ പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നാടിൻ്റെ വികസനം സംബന്ധിച്ചുള്ള ചർച്ചകളിൽ പങ്കെടുക്കാനും അഭിപ്രായം പറയാനൊക്കെ സാധിക്കും. ഗ്രാമസഭയിൽ പ്രാദേശിക വികസന ചർച്ചകൾക്ക് മാത്രമല്ല, ജനങ്ങളുടെ ജീവിത വിഷയങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ചകൾക്കും അവസരമുണ്ടാകുമെന്ന് എനിക്ക് കിട്ടിയ പുതിയ അറിവാണ്. ഇതിൽ ഈ ഒരു നിവിൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ അന്നത്തെ ഒരു അനുഭവമാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അതാണ് ഇത്തരത്തിൽ എഴുതിയിട്ടുള്ളത്. കുറഞ്ഞത് 3 മാസത്തിലൊരിക്കലാണ് ഗ്രാമസഭ വിളിച്ചു ചേർന്നത്. അപ്പോൾ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് എപ്പോഴൊക്കെയാണ്? 3 മാസത്തിലൊരിക്കൽ കുറഞ്ഞത് ഗ്രാമസഭ വിളിച്ചു ചേർക്കണം. പൗരസമത്വവും തുല്യാവകാശവും ഉറപ്പാക്കാനുള്ള വേദി കൂടിയാണ് ഗ്രാമസഭ എന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു. അപ്പോൾ ഗ്രാമസഭയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത് ആരാണ്? പഞ്ചായത്ത് പ്രസിഡന്റാണ് അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നത്. ജനാധിപത്യ ഭരണ പ്രക്രിയയിൽ ജനങ്ങൾക്ക് നേരിട്ട് പങ്കാളികളാകാനും തീരുമാനമെടുക്കാനുമുള്ള അവസരമാണ് ഗ്രാമസഭകൾ വഴി ലഭിക്കുന്നത് എന്ന് കൺവീനറായ വാർഡ് മെമ്പറും പറയുകയുണ്ടായി. അപ്പോൾ ഗ്രാമസഭയുടെ കൺവീനറായി ചുമതല ഏൽക്കുന്നത് വാർഡ് മെമ്പറാണ്. അപ്പോൾ കൺവീനർ വാർഡ് മെമ്പറും അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റും ആണ്. എന്ന് മാറിപ്പോകരുത്. നമ്മുടെ എല്ലാം സജീവ പങ്കാളിത്തം ഉണ്ടാക്കേണ്ട ഇടമാണ് ഗ്രാമസഭകളെന്ന് എനിക്ക് ബോധ്യമായി. അപ്പോൾ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് എന്താണ് ഗ്രാമസഭ, വാർഡ് സഭ എന്നും അതിലെ അധ്യക്ഷനാരാണ്? പഞ്ചായത്ത് പ്രസിഡന്റാണ്. കൺവീനർ ആരാണ്? വാർഡ് മെമ്പറാണ്. 3 മാസത്തിലൊരിക്കലെങ്കിലും ഈ സഭകൾ കൂടണം. ഇതിൽ ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാനൊക്കെയുള്ള അവസരങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. പൗരസമത്വം തുല്യാവകാശമൊക്കെ ഉറപ്പാക്കാനുള്ള വേദി കൂടിയാണ് ഗ്രാമസഭകൾ എന്ന് പറയുന്നത്. ഇവിടെ ഇതാ ഗ്രാമസഭയുടെ ഒരു നോട്ടീസിൻ്റെ മാതൃക കൊടുത്തിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതിൽ പ്രത്യേകമായിട്ടുള്ള അജണ്ട കൊടുത്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്നാണ്, ഏത് വാർഡാണ്, എവിടെ വെച്ചിട്ടാണ് കൂടുന്നത്, സമയവും തീയതിയും ഒക്കെ ഇതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഗ്രാമങ്ങളുടെ വികസനത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകൾ അദ്ദേഹം ഹരിജൻ എന്ന് പറയുന്ന തൻ്റെ പത്രത്തിലെ 1942 ജൂലൈ 26 ഹരിജൻ പത്രത്തിലെ ഗാന്ധി സാഹിത്യ സംഗ്രഹം എന്ന ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വായിച്ചു നോക്കാം. എൻ്റെ സങ്കല്പത്തിലുള്ള ഗ്രാമസ്വരാജ് മുഖ്യ അവകാശങ്ങൾക്ക് വേണ്ടി അയൽക്കാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്തതും ആശ്രയം ഒരു ആവശ്യമായി തീർന്നാൽ മാത്രം മറ്റുള്ളവരുമായി പരസ്പര സഹായത്തിൽ ഏർപ്പെടുന്നതുമായ ഒരു പൂർണ്ണ റിപ്പബ്ലിക്കാണ്. അതിനാൽ ഓരോ ഗ്രാമത്തിൻ്റെയും പ്രധാന താല്പര്യവും ഭക്ഷ്യവിളവും തുണിക്കാവശ്യമായിട്ടുള്ള പരുത്തിയുടെ വിളവും വർദ്ധിപ്പിക്കുക എന്നതായിരിക്കും. കന്നുകാലികൾക്ക് പ്രത്യേകം സ്ഥലവും പ്രായപൂർത്തിയായവർക്കും കുട്ടികൾക്കും വിനോദശാലകളും വേണം. കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ പണം സമ്പാദിക്കാനുള്ള തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിളയിച്ചെടുക്കാൻ ഉപയോഗിക്കും. ഇത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് ആരുടെ കാഴ്ചപ്പാടാണെന്ന് ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇത് ഹരിജൻ പത്രത്തിൽ ഗാന്ധി സാഹിത്യ സംഗ്രഹത്തിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യപുരോഗതി സാധ്യമാകൂ എന്നുമാണ് ഗാന്ധിജി വിശ്വസിച്ചത്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് കുടികൊള്ളുന്നതെന്നും ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ രാജ്യപുരോഗതി സാധ്യമാകൂ എന്ന് വിശ്വസിച്ചിരുന്നതാണ് ഗാന്ധിജിയാണ്. ജനാധിപത്യ ഭരണത്തിൻ്റെ അടിസ്ഥാന ഘടകം ഗ്രാമങ്ങളായതിനാൽ പഞ്ചായത്തുകളുടെ അധികാരം എത്രത്തോളം വർദ്ധിക്കുന്നുവോ അത്രത്തോളം അത് ജനക്ഷേമകരമായിരിക്കും. സ്വയംഭരണ ഗവൺമെൻറ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. എന്താണ്? സ്വയംഭരണ ഗവൺമെൻറ് എന്ന അർത്ഥത്തിലാണ് ഗാന്ധിജി ഗ്രാമസ്വരാജിനെ വിശേഷിപ്പിച്ചത്. ഗാന്ധിജി സ്വപ്നം കണ്ട ഗ്രാമസ്വരാജ് നടപ്പിൽ വരുത്തുന്നതിനുള്ള മാർഗമാണ് അധികാര വികേന്ദ്രീകരണം. എന്താണ് അധികാര വികേന്ദ്രീകരണം? ജനങ്ങളിലേക്ക് അധികാരം വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ഗ്രാമസ്വരാജ് എന്ന സങ്കല്പം പൂർണ്ണമാകുന്നത്. അപ്പോൾ എന്താണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്? അധികാരം ചിലരിൽ മാത്രം
കേന്ദ്രീകരിക്കുമ്പോഴല്ല, പകരം എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കപ്പെടുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാകുന്നത്. ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനങ്ങൾ എടുക്കാനും നടപ്പിലാക്കാനുമുള്ള അധികാരം ജനങ്ങളിലേക്ക് നിയമപരമായി കൈമാറുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നു. അപ്പോൾ അധികാരം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കാതെ എല്ലാ ജനങ്ങളിലേക്കും വികേന്ദ്രീകരിക്കുക. രാഷ്ട്രീയ വ്യവസ്ഥയിലോ ഭരണ സംവിധാനത്തിലോ തീരുമാനമെടുക്കാനുള്ള അധികാരം നിയമപരമായി ജനങ്ങളിലേക്ക് കൂടി വികേന്ദ്രീകരിക്കുന്നതിനെയാണ് അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത്. അധികാര വികേന്ദ്രീകരണം ഭരണകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനും നടപ്പാക്കുന്നതിനുമുള്ള അധികാരം ചിലരിൽ മാത്രം നിക്ഷിപ്തമാകുന്നതാണ് അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നത്. എന്താണ് അധികാര കേന്ദ്രീകരണം? ഇവിടെ സാധാരണക്കാർക്ക് ഭരണകാര്യങ്ങളിൽ പങ്കാളികളാകാനുള്ള അവസരം താരതമ്യേന കുറവാണ്. നമ്മൾ മുകളിൽ പറഞ്ഞ അധികാര വികേന്ദ്രീകരണമാണ്, ഇവിടെ പറഞ്ഞ അധികാര കേന്ദ്രീകരണമാണ്. അധികാര കേന്ദ്രീകരണം അത് എന്താണ്? ഭരണകാര്യങ്ങൾ തീരുമാനമെടുക്കാനൊക്കെയുള്ള അധികാരം കുറച്ച് പേരിൽ മാത്രം നിക്ഷിപ്തമായി ഇരിക്കുക, അതാണ് അധികാര കേന്ദ്രീകരണം. ഇനി അധികാര വികേന്ദ്രീകരണത്തിലെ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. പ്രാദേശിക വികസനത്തിന്റെ പ്രാധാന്യം എന്താണ്? പ്രാദേശിക വികസനത്തിന്റെ പ്രാധാന്യം വികസന ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കാൻ കഴിയുന്നു. സ്ത്രീകൾക്കും മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും നേതൃശേഷിയും ഭരണപരിചയവും കൈവരുന്നു. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയുടെ വികസനം സാധ്യമാകുന്നു. പൊതുജനങ്ങൾക്ക് ഭരണകാര്യങ്ങളിലെ കൂടുതൽ അധികാരവും പങ്കാളിത്തവും നൽകുന്നു. എന്നിവയാണ് അധികാര വികേന്ദ്രീകരണത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി അധികാര വികേന്ദ്രീകരണം കാലങ്ങളിലൂടെ. പുരാതന കാലം മുതൽ നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഗ്രാമീണ ഭരണ വ്യവസ്ഥയായിരുന്നു പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഗ്രാമജീവിതത്തിന്റെ സ്ഥിരാകേന്ദ്രങ്ങളായിരുന്നു അവ. പഞ്ച എന്ന് വെച്ചാൽ 5, ആയത് എന്നാൽ എന്താണ്? യോഗം അഥവാ സമ്മേളനം. എന്താണ്? പഞ്ച എന്നാൽ 5, ആയത് എന്നാൽ യോഗം അഥവാ സമ്മേളനം എന്നീ സംസ്കൃത പദങ്ങൾ, ഇത് സംസ്കൃത പദങ്ങളാണ്, ഇവ ചേർന്നാണ് പഞ്ചായത്ത് എന്ന പദം രൂപപ്പെട്ടത്. ബ്രിട്ടീഷ് ആധിപത്യത്തോടെ ഇന്ത്യയിൽ പഞ്ചായത്ത് ഭരണ സംവിധാനം ദുർബലമാകാൻ തുടങ്ങി. എന്നാൽ 1882 റിപ്പൺ പ്രഭു ബ്രിട്ടീഷ് ഇന്ത്യയിൽ കൊണ്ടുവന്ന പരിഷ്കാരങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പുതുജീവൻ നൽകിയത് എന്ന് 1882 ആരായിരുന്നു? റിപ്പൺ പ്രഭു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നതോടുകൂടി പ്രാദേശിക ഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുകയും അവ പുനഃസംഘടിപ്പിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി. ഇനി അധികാര വികേന്ദ്രീകരണം ഭരണഘടനയിൽ. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം 40 ആണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ പറ്റി പറയുന്ന നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമായി അനുച്ഛേദം ഏതാണ്? 40, അനുച്ഛേദം 40. എങ്കിലും ശക്തമായിട്ടുള്ള പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ അഭാവം ഇന്ത്യയുടെ ഗ്രാമീണ വികസന പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചു. ഇത് പരിഹരിക്കുന്നതിനും പ്രാദേശിക ഭരണ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനുമായി നിരവധി കമ്മിറ്റികളൊക്കെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ബൽവന്ത് റായ് മേത്തയും അതുപോലെ അശോക് മേത്തയുടെയും നേതൃത്വത്തിൽ രൂപപ്പെട്ടിട്ടുള്ള കമ്മിറ്റികൾ. ഇനി അവയെക്കുറിച്ച് നമുക്ക് നോക്കാം. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി വന്നിട്ടുള്ളത് 1957 എന്നാണ്. 1957 ത്രിതല പഞ്ചായത്ത് സംവിധാനം, അതായത് ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി, ജില്ലാ പരിഷത്ത് എന്നിവ ത്രിതല പഞ്ചായത്ത് സംവിധാനം മുന്നോട്ട് വെച്ചതാരാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയാണ്. ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതികൾക്ക്, മേൽനോട്ടവും സംഘാടനവുമാർക്കാണ് ജില്ലാ പരിഷത്തിനും. എന്താ പറഞ്ഞത്? ആസൂത്രണ വികസന പ്രവർത്തനങ്ങളുടെ അധികാരം പഞ്ചായത്ത് സമിതികൾക്കും മേൽനോട്ടവും സംഘാടനവുമാർക്ക് ജില്ലാ പരിഷത്തുകൾക്കും നൽകുക. ഗ്രാമപഞ്ചായത്തുകളുടെ എന്ത് ചെയ്യണം? പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് നടത്തണം. എന്ത് തിരഞ്ഞെടുപ്പാണ്? പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്. ജില്ലാ പരിഷത്ത്, പഞ്ചായത്ത് സമിതി എന്നിവിടങ്ങളിലേക്ക് പരോക്ഷ തിരഞ്ഞെടുപ്പ് നടത്തണം. അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 അതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ശുപാർശകളാണ് നമ്മൾ പറയുന്നത്. ത്രിതല പഞ്ചായത്ത് സംവിധാനം. 2 ആസൂത്രണ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അധികാരം പഞ്ചായത്ത് സമിതിക്കും മേൽനോട്ടവും സംഘാടനവും ജില്ലാ പരിഷത്തിനും. ഗ്രാമസഭകളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും ജില്ലാ പരിഷത്ത് പഞ്ചായത്ത് സമിതികളിലെ പരോക്ഷ തിരഞ്ഞെടുപ്പും നടത്തുക. ഇനി അടുത്തതാണ് അശോക് മേത്ത കമ്മിറ്റി. എന്താണ് അശോക് മേത്ത കമ്മിറ്റി? അശോക് മേത്ത കമ്മിറ്റി വന്നിട്ടുള്ളത് 1978 എന്നാണ്. 1978 അശോക് മേത്ത കമ്മിറ്റി വന്നിട്ടുള്ളത്. അതിൻ്റെ ശുപാർശകൾ എന്തൊക്കെയാണ്? ദ്വിതല പഞ്ചായത്ത് സംവിധാനം. എന്താണ് ദ്വിതല പഞ്ചായത്ത് സംവിധാനം? ഏതൊക്കെയാണ്? മണ്ഡൽ പഞ്ചായത്ത്, ജില്ലാ പരിഷത്ത്. ജില്ലാ പരിഷത്തിനായിരിക്കും ജില്ലാതല ആസൂത്രണ ചുമതല. മണ്ഡൽ പഞ്ചായത്തുകൾക്ക് ഗ്രാമങ്ങളുടെ ചുമതലയും. പഞ്ചായത്ത്
സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സ്വാധുത, പട്ടികജാതി പട്ടികവർഗ സംവരണം എന്നീ 4 ശുപാർശകളാണ് അശോക് മേത്ത കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ടവ എന്ന് പറയുന്നത്. അപ്പോൾ ബൽവന്ത് റായ് മേത്ത ത്രിതല പഞ്ചായത്ത് സംവിധാനമാണെങ്കിൽ അശോക് മേത്തയിൽ ദ്വിതല പഞ്ചായത്ത് സംവിധാനമാണെന്ന് ഓർക്കി. 1957 അശോക് മേത്ത കമ്മിറ്റി എന്നാണ്, 1978 ഓർത്തുവയ്ക്കുക. തുടക്കം രാജസ്ഥാനിൽ. ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിൽ വന്നത് എവിടെയാണെന്നറിയോ? രാജസ്ഥാനിലാണ്. എവിടെയാണ്? രാജസ്ഥാനിലാണ് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ഇന്ത്യയിൽ ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം വരുന്നത്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നഗൗർ ജില്ലയിലെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശിലും തുടർന്ന് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വരികയുണ്ടായി. അപ്പോൾ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം ആദ്യമായിട്ട് പഞ്ചായത്തി രാജ് സംവിധാനം വന്നത് രാജസ്ഥാനിലാണ്. 1959 ഒക്ടോബർ 2 രാജസ്ഥാനിലെ നഗൗർ ജില്ലയിലെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഇത് ഉദ്ഘാടനം ചെയ്തു. അതേ വർഷം തന്നെ ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്ടിൽ, പശ്ചിമ ബംഗാളിലൊക്കെ പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വരികയുണ്ടായി. ഭരണഘടനാ ഭേദഗതി. അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട വിവിധ കമ്മിറ്റികളുടെ ശുപാർശകൾ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിൻ്റെ കാലതാമസം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശാക്തീകരണത്തിനും ഏകീകൃത ഘടനയ്ക്കും തടസ്സമായി. അതിനാൽ എന്താണ് പറഞ്ഞത്? അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ടിട്ട് വിവിധ കമ്മിറ്റികൾ ശുപാർശകൾ നമ്മൾ പറഞ്ഞല്ലോ, രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിൻ്റെ കാലതാമസമൊക്കെ വെച്ചിട്ട് അവിടെ ഒരുപാട് തടസ്സങ്ങളൊക്കെ നേരിടേണ്ടി വന്നു. അതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ സാധുത നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയുണ്ടായി. 1992 73, 74 ഭേദഗതി. ഭരണഘടനാ ഭേദഗതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ ലഭ്യമായി. 73 ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് നിയമവും 74 ഭരണഘടനാ ഭേദഗതിയിലൂടെ നഗരപാലികാ നിയമവും എന്ത് ചെയ്തു? നിലവിൽ വരികയുണ്ടായി. അപ്പോൾ അതുണ്ട് ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 73 ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജ് സംവിധാനമാണ് അതിലുള്ളത്. ഗ്രാമസഭകളുടെ രൂപീകരണം. എന്താ പറഞ്ഞത്? ഗ്രാമസഭകളുടെ രൂപീകരണം. ഭരണകാലാവധി എത്ര? 5 വർഷം. പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണം, തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ, 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ, അതുപോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനം, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. ഇത്രയാണ് 73 ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ നിലവിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനി 74 ഭരണഘടനാ ഭേദഗതിയാണ്. 74 ഭരണഘടനാ ഭേദഗതി അതിൽ നഗരപാലിക സംവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. വാർഡ് സഭയുടെ രൂപീകരണം, ഭരണകാലാവധി 5 വർഷം, പട്ടികജാതി പട്ടികവർഗ സംവരണം, വനിതാ സംവരണം, തിരഞ്ഞെടുപ്പ് ചുമതല സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ, 5 വർഷത്തിലൊരിക്കൽ ധനകാര്യ കമ്മീഷൻ, 2 തരം നഗര തദ്ദേശ സ്ഥാപനങ്ങൾ, അതായത് നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ. കേരളത്തിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിങ്ങനെയാണ്, നഗർ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിൽ എന്നിങ്ങനെ 2 തരം നഗര തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ. ഇത്രയാണ് 73, 74 ഭേദഗതിയിൽ പറയുന്ന കാര്യങ്ങൾ. ഇതൊന്നുകൂടി എഴുതി വെച്ചിട്ട് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഘടന. പഞ്ചായത്തി രാജ് സംവിധാനം, അവിടെ ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുമാണുള്ളത്. നഗരപാലിക സംവിധാനത്തിൽ മുനിസിപ്പൽ കൗൺസിൽ അഥവാ മുനിസിപ്പാലിറ്റി, മുനിസിപ്പൽ കോർപ്പറേഷൻ അഥവാ കോർപ്പറേഷൻ. ഇനി ജനകീയ ആസൂത്രണം കേരളത്തിൽ. 73, 74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയ ജനകീയ ആസൂത്രണം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ 73, 74 ഭരണഘടനാ ഭേദഗതികളെ തുടർന്ന് 1996 കേരളത്തിൽ നടപ്പിലാക്കിയ അധികാര വികേന്ദ്രീകരണ പ്രക്രിയയാണ് ജനകീയ ആസൂത്രണം. എന്താണ് ജനകീയ ആസൂത്രണം? പ്രാദേശിക ഭരണ സംവിധാനത്തിന് കൂടുതൽ അധികാരങ്ങളും ചുമതലകളും നൽകി അവ നടപ്പിലാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥർ, സ്ഥാപനങ്ങൾ, ഫണ്ട് എന്നിവ ലഭ്യമാക്കാൻ ജനകീയ ആസൂത്രണം വഴിയൊരുക്കി. ഈ ഭരണഘടനാ ഭേദഗതികളുടെ ഫലമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ 33% സ്ത്രീ സംവരണം ഏർപ്പെടുത്തിയിരുന്നു. തുടർന്ന് 2005 പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതിയിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സ്ത്രീ പ്രാതിനിധ്യം എന്ത് ചെയ്തു? 50% ഉയർത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായി മാറ്റിവെക്കുന്നുണ്ട്. അങ്ങനെ കാര്യക്ഷമമായിട്ടുള്ള അധികാര വികേന്ദ്രീകരണ പ്രക്രിയയിലൂടെ കേരളം രാജ്യത്തിന് മാതൃകയായി. അപ്പോൾ ഭരണഘടനാ ഭേദഗതിയിലൂടെ എന്ത് ചെയ്തു? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 33% സ്ത്രീ സംവരണമായിരുന്നു ആദ്യം ഏർപ്പെടുത്തിയിരുന്നത്. പിന്നീട് 2005 പഞ്ചായത്തി രാജ് ആക്ട് ഭേദഗതി വരുത്തി 50% സ്ത്രീ സംവരണം കൊണ്ടുവന്നു. ഇതിൽ പിന്നീട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിലും 10% സ്ത്രീകൾക്ക് മാത്രമുള്ള പദ്ധതികൾക്കായിട്ട് മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ചുമതലകൾ പലവിധം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ചുമതലകളും സേവനങ്ങളുമാണ് കൊടുത്തിട്ടുള്ളത്. ജനന മരണ
രജിസ്റ്റർ ചെയ്യുക, സ്ഥിതിവിവരക്കണക്കുകൾ ശേഖരിക്കുക, പ്രാഥമിക വിദ്യാലയങ്ങളുടെ മേൽനോട്ടവും ചുമതലയും, മാതൃശിശു വികസനം, കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകൽ, പരമ്പരാഗത ജലസ്രോതസ്സുകളുടെ സംരക്ഷണം, മാലിന്യ നിർമ്മാർജ്ജനം, വളർത്തുനായ്ക്കൾക്ക് ലൈസൻസ് നൽകലൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയുമാണ്. ഇനി ഇവിടെ ഒരു കുട്ടിയുടെയും മുത്തശ്ശിയുടെയും ഒരു സംഭാഷണം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മിഴി: മുത്തശ്ശി, ഇന്ന് ഞങ്ങൾ പഞ്ചായത്തിൻ്റെ ചുമതലകളെ കുറിച്ച് പഠിച്ചു. മുത്തശ്ശി: ആഹാ, എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? അപ്പോൾ മിഴി പറയാണ്, സാംക്രമിക രോഗങ്ങൾ തടയുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക, ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുക, അങ്ങനെ പലതും. മുത്തശ്ശി മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നല്ലോ, എന്തൊക്കെയായിരുന്നു പഞ്ചായത്തിൻ്റെ ചെയ്യാനുള്ള വരുമാനം ഇതിനൊക്കെ ഉള്ളത് എവിടെ നിന്നാണ് കിട്ടുക എന്ന് ആ കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ പോയിന്റ് എന്താണ്? പഞ്ചായത്തിൻ്റെ ചുമതലകളായിട്ട് സാംക്രമിക രോഗങ്ങൾ തടയുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക, ജനന മരണങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്നിങ്ങനെ ഒരുപാട് ചുമതലകൾ പഞ്ചായത്തിനുണ്ട് എന്ന് കുട്ടി പഠിച്ചത് പറഞ്ഞു. അപ്പോൾ ഇനി മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, ഇതിനൊക്കെയുള്ള വരുമാനം ഇവിടെ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പഞ്ചായത്തിന് വിവിധതരം വരുമാന മാർഗങ്ങളുണ്ട്. ഉദാഹരണമായി കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും ഗ്രാൻറ്റുകളുമാണ്. കൂടാതെ കെട്ടിട നികുതി, തൊഴിൽ നികുതി, വിനോദ നികുതി തുടങ്ങിയ പലതരം നികുതികളിൽ നിന്നും പഞ്ചായത്തുകൾക്ക് എങ്ങനെയൊക്കെ വരുമാനം കിട്ടുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന ഫണ്ടുകളും ഗ്രാൻറ്റുകളും, തൊഴിൽ നികുതി, കെട്ടിട നികുതി, വിനോദ നികുതി തുടങ്ങിയവയിൽ നിന്നെല്ലാം ലഭിക്കുന്നു. അപ്പോൾ കുട്ടി ചോദിക്കുന്നുണ്ട്, മുത്തശ്ശി, കഴിഞ്ഞ ദിവസം അച്ഛൻ കെട്ടിടത്തിന് പെർമിറ്റ് എടുക്കാൻ ഫീസ് അടച്ചിരുന്നല്ലോ, അതും പഞ്ചായത്തിൻ്റെ വരുമാന മാർഗത്തിൽ പെട്ടില്ലേ? അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതെ, അതും ഉൾപ്പെടും. പെർമിറ്റ്, അതുപോലെ രജിസ്ട്രേഷൻ മുതലായവയിൽ നിന്നുള്ള ഫീസുകൾ, പെർമിറ്റ്, രജിസ്ട്രേഷൻ മുതലായവയിൽ നിന്നുള്ള ഫീസുകൾ, ബസ് സ്റ്റാൻഡ്, പഞ്ചായത്ത് ഉടമസ്ഥരുടെ മാർക്കറ്റുകൾ, മൈതാനം എന്നിവയിൽ നിന്നുള്ള ഫീസുകളൊക്കെ ഇതിൽ ഉൾപ്പെടും. അതുപോലെ പിഴകളും, അവർ ചുമത്തുന്ന വിവിധ പിഴകളും ഇവരുടെ വരുമാന മാർഗത്തിൽ പെടുമെന്ന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോ പഞ്ചായത്തും സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് ഈ വരുമാനത്തിന് വ്യത്യാസം വരും. പ്രാദേശിക വികസനം സാധ്യമാകണമെങ്കിൽ പഞ്ചായത്തിന് ധാരാളം വരുമാനം വേണം. ഇത് മാത്രമല്ല, സർക്കാർ അംഗീകാരത്തോടെ വിവിധതരം വായ്പകളും ഗുണഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിഹിതങ്ങളും നിബന്ധനകളോടുകൂടി സ്വീകരിക്കുന്ന സംഭാവനകളും വരുമാനത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി പ്രതിസന്ധികൾ, വെല്ലുവിളികൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പദ്ധതി വിഹിതം സമയബന്ധിതമായിട്ട് ലഭിക്കാത്ത അവസ്ഥ. പദ്ധതി വിഹിതം സമയബന്ധിതമായിട്ട് ലഭിച്ചില്ലെങ്കിൽ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പ്രധാന വെല്ലുവിളിയാണ്. വികേന്ദ്രീകരണം പൂർണ്ണമായി നടപ്പാക്കപ്പെടാത്ത സാഹചര്യം, ഗ്രാമസഭകളിൽ കുറഞ്ഞ ജനപങ്കാളിത്തം, ഗ്രാമീണ മേഖലകളിലെ പഞ്ചായത്തുകളുടെ തനത് വരുമാനത്തിലെ കുറവ്, ഭൗതിക സാഹചര്യങ്ങളുടെ അപര്യാപ്തത തുടങ്ങിയവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരുപാട് പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഭരണഘടനാ ഭേദഗതികളെക്കുറിച്ചിട്ടും, അതുപോലെ ബൽവന്ത് മേത്ത കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റിയെക്കുറിച്ചും, അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ചും, ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞു. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അറിയാത്ത ഭാഗങ്ങളൊക്കെ നോട്ട് എഴുതിയിട്ട് വീണ്ടും വായിച്ച് പഠിക്കുക.